രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളെല്ലാം ശോഭാ സുരേന്ദ്രന്റെ ഒരു വീഡിയോ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നത് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുന്നുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് വലിയ തരത്തിൽ വൈറലാകുകയും ചില വാട്സപ്പ് സംഖ്യകൾ അതൊക്കെ എടുത്തു വെച്ച് വലിയ തരത്തിൽ അലക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. തീർന്നില്ല, അതിനൊപ്പം തന്നെ ഇവർ ചെയ്തത് കണ്ടോ, ഞങ്ങളുടെ ശോഭാജി ജയിക്കാൻ പോകുന്നു, അതും കേന്ദ്ര ഇന്റലിജൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ താമര വിരിയിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ശോഭാജിയാണെന്ന തരത്തിലൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഈ സംഖ്യകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ പറഞ്ഞത് കേരളത്തിൽ 5ഓളം സ്ഥലത്ത് താമര വിരിയിക്കുമെന്നും അതിനുള്ള എല്ലാ കഴിവും ആംബിയറും കപ്പാസിറ്റിയും എല്ലാം ഇത്തവണത്തെ BJPക്ക് ഉണ്ടെന്നും മോദിയുടെ ഗ്യാരണ്ടിയാണ് ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വോട്ട് പിടിച്ചതെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് കേന്ദ്ര ഇന്റലിജൻസ് തന്നെ പറയുന്നു 20ൽ 20 മണ്ഡലങ്ങളിൽ ഒരിടത്ത് ജയിക്കുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്നും ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ആരോ ജയിക്കട്ടെ എന്ന തരത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. എന്നാൽ പിന്നെ അങ്ങോട്ട് പറയുന്നത് തൃശ്ശൂരിന്റെ കാര്യമാണ്. തൃശ്ശൂരിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നു, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണവും പിന്നെ ഒരു സൈഡിൽ നടക്കുന്നു. അതായത് കേന്ദ്ര ഇന്റലിജൻസ് ഓരോ മണ്ഡലത്തിന് വേണ്ടിയിട്ടും പ്രത്യേകം റിപ്പോർട്ടുകൾ തേടിയെന്നും ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് രണ്ടായി. ഒരിടത്ത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഡയറക്റ്റ് ആയിട്ട് ശോഭയ്ക്ക് അറിയിപ്പ് കൊടുത്തു. രണ്ടാമത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടുന്നു. മൂന്നാമത് വരുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നും കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ അത്യാവശ്യം തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, കേന്ദ്ര ഇന്റലിജൻസിന് ഇതാണോ പണി? കേന്ദ്ര ഇന്റലിജൻസിന് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുക, രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കുക, സുരേഷ് ഗോപി ജയിപ്പിക്കുക എന്നുള്ള മാത്രമല്ല പണി. അവർക്ക് ഇതിനേക്കാളൊക്കെ ഒരുപാട് ജോലികളുണ്ട്. ഇപ്പോ ഇന്റലിജൻസ് വിഭാഗം കേരളത്തിൽ സജീവം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കേരളത്തിലുള്ള ഇന്റലിജൻസ് പോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും കേരളത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവർ റിപ്പോർട്ടുകളൊക്കെ എടുക്കുന്നുമുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ഇതാ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതിൽ കേരളത്തിൽ വിരിയിക്കുന്ന താമര അത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ സ്വന്തമായി പറയുന്നു. ഇനി അടുത്ത് പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കാര്യം അവർ പറയുന്നു. തിരുവനന്തപുരത്ത് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നു രാജീവ് ചന്ദ്രശേഖർ വലിയ വിജയം ഉണ്ടാക്കുമെന്നും. ഇപ്പോ അങ്ങനെ മൂന്നിടത്ത് കേന്ദ്രത്തിന് വേണ്ടി 3 ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുവെന്നും ഇതെല്ലാം കൂടി ഓരോ മണ്ഡലങ്ങളിലും ഓരോ BJP സ്ഥാനാർത്ഥി ജയിപ്പിക്കാനായിട്ട് ജയിച്ചു വന്ന് ഇവർ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. നമുക്കറിയാം ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അവരെപ്പോഴും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കേരളത്തിലുള്ളത് പോലെ തന്നെ കേന്ദ്രത്തിലെയും ഇന്റലിജൻസ് വിഭാഗം ശക്തമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് ഈ മറ്റുള്ള ചാനലുകൾ നടത്തുന്ന പോലെ പോൾ എടുത്തോ എക്സിറ്റ് പോൾ എടുത്തോ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് BJPയുമായി അടുത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അവരുമായിട്ടൊക്കെ ചർച്ച നടത്തി അവരോടൊക്കെ ചോദിച്ച് എവിടെയൊക്കെ സാധ്യതയുണ്ട് എവിടെയൊക്കെ സാധ്യതയില്ല എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പതിവ്. ഇത് കേന്ദ്രത്തിനാണ് സമർപ്പിക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ സ്ഥാനാർത്ഥികൾക്കല്ല കൊടുക്കുന്നത്. പിന്നെ കുറെ സംഘി ഓൺലൈൻ ചാനലുകളുണ്ട്. ഇവരങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു കേരളത്തിൽ 20ൽ 20 സീറ്റും BJP അങ്ങ് പിടിച്ചു വന്ന്. ഇനിയിപ്പോ കേരളത്തിൽ നിന്നും ഏതാണ്ട് 5ഓളം കേന്ദ്രമന്ത്രിമാരെയും ഈ പറഞ്ഞ ഓൺലൈൻ സംഘി ചാനലുകൾ തന്നെ കൊടുത്തും കഴിഞ്ഞു. അതിൽ പ്രധാനമായി രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, V മുരളീധരൻ, അനിൽ ആന്റണി, ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ 5 കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് സ്വന്തമായി ഉണ്ടാകാൻ പോകുന്നെന്ന് സംഘി ചാനലുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം തലയ്ക്കകത്ത് ആള് താമസമുള്ള തലയിൽ അല്പമെങ്കിലും മസാലയുള്ള സംഘികൾക്ക് ഈ വാർത്തകൾ കേട്ടാൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നുള്ളത്. മറ്റൊന്ന്, അങ്ങനെ വല്ല ലൊട്ടിലെടുക്ക് ഓൺലൈൻ ചാനൽസ് വന്നിരുന്നിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരിക്കലും ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിനോ അല്ലെങ്കിൽ വല്ല തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് നവന്മാർക്ക് കിട്ടുന്ന രീതിയല്ല അത്.
അതിന് കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവർ അങ്ങ് പടച്ചു വിടുകയാണ്, ഇവിടെ BJP അങ്ങ് എടുത്തു കഴിഞ്ഞു. തൃശ്ശൂരിലാണെങ്കിൽ സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞു എന്നാണ് ഈ പറയുന്നത്. തിരുവനന്തപുരത്ത് വരുമ്പോഴും അതേ അവസ്ഥയൊക്കെ തന്നെയാണ്. പക്ഷേ ചില വ്യത്യാസങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് വലിയ തോതിൽ BJP ജയിക്കുമെന്നുള്ള പ്രചരണം ഇന്റലിജൻസ് വിഭാഗം കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രവർത്തകരും അണികളും ഇതെല്ലാം നടത്തുമ്പോഴും നേരിയ സാധ്യത രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഏറിയാൽ ജയിക്കാൻ സാധ്യതയുള്ളത് ഒരു 5000 മുതൽ 3000-5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത, ജയിച്ചാൽ. എന്നാൽ അതൊരിക്കലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോഴും ഇവർ ജയിക്കുകയാണെങ്കിൽ നേരിയ തോതിലുള്ള ഭൂരിപക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനൊരു 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണയും കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് വന്നതാണ്, O രാജഗോപാലും അതുപോലെ 2ാം സ്ഥാനത്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തവർക്ക് വിജയപ്രതീക്ഷ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അവർക്ക് പ്രതീക്ഷിക്കാം. കാരണം രണ്ടുപേരെത്തിയെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനും വളരെ എളുപ്പം എന്നുള്ള തരത്തിലാണ് ഇവിടെ പ്രചരണവും പ്രവർത്തനങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ BJPക്ക് ജയസാധ്യത കൂടുതലുള്ള മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും ഇവിടെ കോൺഗ്രസ് കൃത്യമായും വ്യക്തമായും ശക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് ജനങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ LDF ആകട്ടെ അവരുടെ വിജയസാധ്യത മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടുമില്ല. അതായത് പന്നൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് LDF പോലും കണക്ക് കൂട്ടുന്നില്ല എന്നതാണ് ഇതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ പിന്നെ സാധ്യതയുള്ളത് ശശി തരൂരിനോ രാജീവ് ചന്ദ്രശേഖരനോ എന്നുള്ളതാണ് ഇതിൽ അറിയേണ്ടത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായും സാധ്യതയുള്ളത് ശശി തരൂർ തന്നെയാണ്. ശശി തരൂർ ജയിക്കുകയാണെങ്കിൽ 35,000 മുതൽ 85,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയാൽ 85,000-ഓളം വോട്ടിനും, ചെറിയ സാധ്യതയാണെങ്കിൽ 35,000-ഓളം വോട്ടിനും ശശി തരൂർ ജയിക്കാനാണ് തിരുവനന്തപുരത്ത് സാധ്യത. പക്ഷേ അഥവാ രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നേരിയ ഭൂരിപക്ഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ സുരേഷ് ഗോപിക്കോ ശോഭാ സുരേന്ദ്രനോ മുരളീധരനോ അനിൽ ആന്റണിക്കോ ഒന്നും ജയിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല, ഇതിൽ പല സ്ഥാനാർത്ഥികളും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പോഴും ഇവർ പറയുന്ന വിജയസാധ്യതകളും ജയസാധ്യതകളും ഇവർക്ക് എങ്ങനെയാണ് ഈ കണക്കിൽ കിട്ടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇവർക്ക് മാത്രമല്ല ഈ കുറഞ്ഞ സംഖ്യ ചാനലുകൾക്കും എങ്ങനെ കിട്ടുന്നു മനസ്സിലാവുന്നേയില്ല. കാരണം എങ്ങനെ നോക്കിയാലും കേരളത്തിൽ താമര വിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിരിയാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വ്യക്തമായും സ്പഷ്ടമായും പറയേണ്ടി വരും. പിന്നെ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമാണ്. അങ്ങനെ വരുമ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് വീഴേണ്ട പല വോട്ടുകളും വീണില്ല എന്ന് മാത്രമല്ല, BJPയുടെ നേതാക്കന്മാർ പോലും ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് എതിരായി വേണം നിന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ പലരും പ്രവർത്തനത്തിനോ പ്രചരണത്തിനോ ശക്തമായി ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് വേണ്ടിയിട്ട് RSSന്റെ പ്രവർത്തനം ശക്തമായി ഉണ്ടായിരുന്നു. അവർ വലിയ രീതിയിൽ പ്രചരണം നടത്തി, വലിയ രീതിയിൽ പ്രചരണം കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ RSS പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ശശി തരൂരിലേക്ക് മാറുകയും ശശി തരൂർ ഏതാണ്ട് 1,00,000 വോട്ടുകൾക്ക് ജയിക്കുകയും ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇത്തവണ RSS ഇറങ്ങിയില്ല. പകരം ഇറങ്ങുന്നതാകട്ടെ തീവ്ര ഹിന്ദുത്വവാദിയായ, തീവ്ര ഹിന്ദുത്വ പ്രചാരകനായ പ്രതീഷ് വിശ്വനാഥും അഡ്വക്കേറ്റ് കൃഷ്ണരാജുമാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ BJPയിൽ ഒരു വലിയ വിഭാഗം വോട്ട് ചെയ്യാൻ പോലും പോയില്ല എന്ന് പറയേണ്ടി വരും. മറ്റൊരു വിഭാഗം, അതായത് BJPയുടെ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പ്രവർത്തനത്തിന് പോലും ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, വോട്ടുകൾ പോൾ ചെയ്യാൻ പോലും അനുവദിച്ചില്ല എന്നും, അല്ലെങ്കിൽ അതുവരെ ഇവർ മാറ്റി നിർത്തി എന്നുള്ള സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. അങ്ങനെ വരുമ്പോൾ ഏത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവർ ജയിക്കുമെന്ന് പറയുന്നതാണ് മനസ്സിലാവാത്തത്. കാര്യം സംഖ്യകളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ചിരിക്കണോ കരയണോ എന്നുള്ള സാഹചര്യമാണ്. കാരണം നാണം കെട്ട് തോറ്റ് ഉളുപ്പില്ലാതെ വന്നിട്ടും വീണ്ടും വീണ്ടും പറയാണ് ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന്. അതിൽ ഇപ്പോഴും ജയത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ആരെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും, ഞാൻ മാത്രമായിരിക്കും, എന്നെ മാത്രമേ ജയിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്നും കൂടി ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു വെക്കുന്നുണ്ട്. പിന്നെയുള്ള സുരേഷ് ഗോപി ആണെങ്കിൽ പറയണ്ട, ആത്മവിശ്വാസത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ ജനകീയനാണ്, ഞാൻ ജനങ്ങളുടെ പൗരനാണ്, അതുകൊണ്ട് തന്നെ എന്നെ ജനങ്ങൾ കൈവെള്ളയിൽ തൃശ്ശൂർ ഏൽപ്പിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്.
രാജീവ് ചന്ദ്രശേഖരൻ പക്ഷെ അങ്ങനെയുള്ളൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞാൻ കേന്ദ്രമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ ഉറപ്പായും ഞാൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും. ആ ഒരൊറ്റ കാരണം കൊണ്ട് ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കും, എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഇത്തവണയും താമര വിരിയില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ ചാണകത്തിലേക്ക് ചവിട്ടുന്ന അങ്ങ് നിർത്തിയെന്ന് കൂടി പറയേണ്ടി വരും. പിന്നെയുള്ളത് ഗതികെട്ട് നിൽക്കുന്ന ഈ സംഘികളുടെ കാര്യം ആലോചിച്ച് ഒന്ന് ചിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ വഴി.